Hi guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് 2-3 ദിവസങ്ങളായിട്ട് എല്ലാവരും മലയാളികൾ എല്ലാവരും നെഞ്ചിരിപ്പോടെ കാത്തിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമ്മുടെ മലപ്പുറം താനൂരിൽ 2 കുട്ടികളെ കാണാതായിരുന്നു. അപ്പോൾ അവരെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കണ്ടെത്താൻ സാധിച്ചത് മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യുകയും കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസുകാരും നമ്മുടെ കേരള പോലീസും എല്ലാം റെയിൽവേ പോലീസ് എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കണ്ടെത്താൻ സാധിച്ചതെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിൽ, അതായത് വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടി അവർ ഫോണിൽ പുതിയൊരു സിം കാർഡ് ഇട്ടുകയും അതിനെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾ മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളി അസോസിയേഷനാണ് ഇതിൽ കുറച്ച് ഹെൽപ്പ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സന്ദേശം റെയിൽവേ പോലീസിൽ എത്തിക്കുകയും ഇവരെ പൂനെയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ താനൂരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അവരിപ്പോൾ കെയർ ഹോമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കുക, അതുപോലെ തന്നെ ഒരു ജോലി വാങ്ങുക, സ്വന്തം കാലിൽ നിൽക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ അതാണ് വേണ്ടത്. നമ്മൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എൻജോയ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷേങ്കിൽ നമ്മളെപ്പോഴും ലക്ഷ്യം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ നല്ലത് ചിന്തിക്കുക, അല്ലെങ്കിൽ നല്ലത് ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു സന്ദേശവും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയകൾ കുറയ്ക്കുക, പഠിക്കുക, അതാണ് ഇപ്പോൾ പറയാനുള്ളത്. കണ്ടെത്താൻ നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് ഒരു മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മൾ ചില സമയങ്ങളിലൊക്കെ കളിയായി പറയാറുണ്ട് അല്ലേ. എന്നാൽ നമുക്കതൊരു ഭാഗ്യമായി അല്ലെങ്കിൽ നമുക്കിതൊരു സഹായമായി മാറിയ ഒരു സമയമാണിത്. മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകൾക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ പറയണം. കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ഒരു കേടുപാടുകളും കൂടാതെ തന്നെ നമുക്ക് കുട്ടികളെ തിരിച്ചു കിട്ടി. അപ്പോൾ മറക്കണ്ട, സോഷ്യൽ മീഡിയകൾ ഒഴിവാക്കുക, കുട്ടികൾ പഠിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.